ഹായ് വ്യൂസ്, കിച്ചൺ ഹാക്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൻ്റെ അകത്താണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നത്. ലൈക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ്, വെജിറ്റബിൾ ഗാർഡൻ, റൂഫ് ടോപ്പ് ഗാർഡനിങ്, ഇങ്ങനെ പറയുന്ന പലതരത്തിലുള്ള വീഡിയോസ് വിച്ച് ഇസ് ശരിക്കും നോട്ട് റിലേറ്റഡ് ടു ആർക്കിടെക്ചർ, പക്ഷേ ദേ ആർ ഓൾ റിലേറ്റഡ് ടു ദ ഹോം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ നല്ലൊരു വീട് വെച്ചു, അതിൽ താമസിക്കുന്നു, ബട്ട് നമ്മുടെ സോളിൽ താമസിക്കുന്ന വീടാണ് നമ്മുടെ ബോഡി. സോ അത് ഹെൽത്തി ആയിട്ട് വെക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വീട്ടിൻ്റെ അകത്ത് തന്നെ ചെയ്യാം. സോ അത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നമുക്ക് വീട്ടിൻ്റെ അകത്ത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വലിയ എഫേർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് ശുദ്ധമായ എയർ, നല്ല വെള്ളം, ശുദ്ധമായ ഭക്ഷണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി എന്തൊക്കെ നമ്മൾ പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഫൈനലി ഇഫ് യു എൻഡ് അപ്പ് ഇൻ ഹോസ്പിറ്റൽ, അവിടെ കുറേ നാളൊക്കെ കിടക്കേണ്ടി വരുന്ന, അത് മാക്സിമം ഒരിക്കലും പോവാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഫൈനലി വി ഓൾ എൻഡ് അപ്പ് ദെയർ ഓൺലി. ബട്ട് അത് കുറേ നാളെങ്കിലും നമുക്ക് തള്ളി നീക്കാൻ പറ്റും ഇഫ് യു ആർ ചൂസിങ് ഹെൽത്തി ഓപ്ഷൻസ്. സോ അതിന് നമുക്ക് വീട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓരോ വ്യക്തിയും വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്ക് എപ്പോഴും ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാണോ ഇവിടെ ഉള്ളത് അതുപോലെ കേരളം ഇരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ അവയർനെസ് വേണം ആൾക്കാരുടെ ഇടയിൽ. മരങ്ങളെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തുമാത്രം എയർ പ്യൂരിഫിക്കേഷൻ മരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയ്ക്ക് അറിയാം, എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു മരം വെട്ടുന്നതിന് മുമ്പ് നമ്മൾ 10 വട്ടമൊന്നും ആലോചിക്കത്തില്ല. ഈ മരം വെട്ടണോ, ഇത് ഇത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വെട്ടാവുള്ളൂ. അപ്പോൾ അത് അത്രയും നല്ല അവയർനെസ് ഉണ്ടെങ്കിലേ അത് നമ്മൾ ആ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസും കൂടെ ആർക്കിടെക്ചർ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബിക്കോസ് കുറേ ആൾക്കാർ വിചാരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടായാൽ മാത്രമേ സിറ്റുവേഷൻ ഒരു വ്യത്യാസം വരുള്ളൂ. അല്ലാതെ കുറേ ഗവൺമെൻറ് പോളിസീസോ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് ആക്ടിവിസ്റ്റോ മാത്രം വിചാരിച്ചാൽ ഇതൊന്നും മാറത്തില്ല. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയണം. എന്ന് വെച്ചാൽ നേച്ചറിൽ നിന്ന് മാറി കൊണ്ട് നമുക്ക് ഒരു സർവൈവലൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഈ കൃഷി, ഞാൻ വെജിറ്റബിൾ ഗാർഡനെ കുറിച്ച് തന്നെ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത് കൃഷി ചെയ്ത് പല ആൾക്കാർക്ക് കൊടുക്കുന്നിട്ട് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ അവർ ഉപയോഗിക്കത്തില്ല, അവർ നല്ല ഭക്ഷണം എടുക്കും. അങ്ങനത്തെ ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ തമിഴ്നാട്ടിലൊക്കെ. പക്ഷേ ദ റിയാലിറ്റി ഈസ്, ഏത് സ്ഥലത്താണോ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത്. ബിക്കോസ് ഈ നമ്മൾ വെജിറ്റബിൾ കഴുകി ഉപയോഗിക്കുമെന്ന് പറയാം, അത് അവരുടെ മണ്ണിലും വെള്ളത്തിലും കലരയല്ലേ, അത് ഏറ്റവും കൂടുതൽ ഹാം ചെയ്യുന്ന അവരെ തന്നെയാണ്. സോ വേറൊരാൾ ഹാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഹാം ചെയ്യും. അതൊരു ബേസിക്കായിട്ടുള്ള ഒരു അറിവാണ്. നമുക്ക് ഒരാളെ ദ്രോഹിക്കുമ്പോഴത്തേക്ക് അയാളെ ദ്രോഹിക്കുന്നത് നമ്മൾ ദ്രോഹിക്കുന്ന പോലെ തന്നെയാണ്, കറങ്ങിത്തിരിഞ്ഞ് വരും. സോ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ കിച്ചൺ ഹാക്സ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ കൂടെ ഇപ്പം പല വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഫുഡും ഇങ്ങനത്തെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കൂപ്പ്, വെജിറ്റബിൾ ഗാർഡനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇത് ആർക്കിടെക്ചറിൽ നിന്ന് അല്ലെങ്കിൽ വീടിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമൊന്നുമല്ല, ഇത് വീടിൻ്റെ പാർട്ടാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ മൈ വീഡിയോസ്. ബൈ.